കണ്ടല്ലോ പടവലങ്ങ. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പടവലങ്ങ കൊണ്ടുള്ള ഐറ്റമാണ് തയ്യാറാക്കണം. പടവലങ്ങ കൊണ്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഉലർത്ത് പടവലങ്ങയാണെന്ന്, അതായത് ഡീപ് ഫ്രൈ ആയിട്ടാണ് ചെയ്യണം. അത് ശരി. അപ്പം പടവലങ്ങ കൊണ്ട് ഒരുപാട് ഐറ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യാറുമുണ്ട്. ഒന്ന്, ഇന്ന് ചെയ്യണ പടവലങ്ങ ഡീപ് ഫ്രൈ. 2, പടവലങ്ങയും ചക്കക്കുരുവും കൂടെയുള്ള മെഴുക്ക് വരട്ടി. 3, പടവലങ്ങ തോരൻ. 4, പടവലങ്ങയും ചക്കക്കുരുവും കൂടെ തീയൽ വെക്കും, വറുത്തരച്ചത് നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. ഞാനൊന്ന് നോക്കട്ടെ, കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് കാണിക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് പടവലങ്ങ ഡീപ് ഫ്രൈ ആണ്. അപ്പോൾ അതിന് ചെറിയ നമുക്ക് ഈ ഏറ്റവും കിളിന്ത് പടവലങ്ങ അതിന് ഡീപ് ഫ്രൈ ചെയ്യാൻ ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല പാകന്തേ കിള്ളിയതേ കിള്ളി കയറുന്നുണ്ട്. എങ്ങനെയാ അതിൻ്റെ കിള്ളി കയറുന്ന ടൈപ്പുള്ള പടവലങ്ങ കിട്ടി. അപ്പം നമുക്കത് ക്ലീൻ ചെയ്തെടുത്ത് നുറുക്കിയെടുക്കാം, എന്നിട്ട് അതിൻ്റെ പരിപാടി ചെയ്യാം കേട്ടോ. പിന്നെ ഇച്ചിരി പച്ചമുളക്, സവോള ഉള്ളി എല്ലാം ചേർത്ത് അതെങ്ങനെയാണ് നമുക്ക് പാചകം കാണിക്കാം. അപ്പം അതിൻ്റെ പരിപാടിയാണെന്ന് ചെയ്യണം. പടവലങ്ങ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഈ നട്ട് പടവലങ്ങ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പാകം മൂപ്പിനുള്ളത് കിട്ടും അല്ലേ? ഇവിടെ നട്ടിട്ടുണ്ടോ പടവലങ്ങ ഇത്തവണ? ഞാറ്റുവേലയ്ക്ക് കുറെ നട്ടിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ ആളല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പടവലങ്ങ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഡിഷസ് എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അറിയിക്കണേ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിനി വേഗം കിച്ചണിലോട്ട് നടക്കാം, പരിപാടി തുടങ്ങാം. അതെ 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 അതെ. നമ്മൾ പടവലങ്ങ കഴുകി നീറ്റാക്കി ഒരു പച്ചമുളകും ചേന്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉപ്പ് പുരട്ടി വെച്ചേക്കണത് കേട്ടോ. ഞാൻ അരിഞ്ഞതല്ല, കുഞ്ഞോളിച്ച് വന്നപ്പോൾ അരിയിച്ചതാട്ടോ. ഞാൻ ഇന്ന് പുള്ളിക്കാരി പണിക്ക് വന്നായിരുന്നു. അപ്പം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു സവോള ഉള്ളി, ഇച്ചിരി വേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാട്ടോ. പിന്നെ അത് രണ്ടും ഇവിടെ റെഡിയാണ്. മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ചിൻചട്ടി അല്ലല്ലോ, തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ചതച്ചിട്ടേക്കുവാണ്. ഇനി അത് മൂത്ത് തുടങ്ങി അതിലേക്ക് നമുക്ക് ചതച്ച മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കണം. മഴ പെയ്തുകൊണ്ടിരിക്കുക, തോരല്ലേ. നല്ല കാറ്റായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ വൈകിട്ടത്തേക്ക് തയ്യാറാക്കി വെക്കണം, നാളത്തേക്കുള്ള കറിയാണ്. പക്ഷെ പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ അരിയിച്ചതാണ്. നമുക്ക് കറി അങ്ങ് തയ്യാറാക്കി വെക്കാം, വൈകിട്ട് ചപ്പാത്തിയല്ലേ. ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ പടവലങ്ങ ഇട്ടു കൊടുക്കും. മഞ്ഞപ്പൊടി, ചതച്ച മുളക് പൊടി, ഉള്ളിയൊക്കെ മൂത്തതേ ഇതിലേക്ക് പടവലങ്ങ ചേർക്കുവാണ്. സിമ്മിലാക്കി തന്നെ നമുക്ക് ഉള്ളിലേക്ക് വെക്കാം. സവോള, വേപ്പില എല്ലാം ഇളക്കി ഉപ്പ് പുരട്ടി വെച്ചിരുന്നതാണ്. നമുക്കിത് ചുങ്ങി വരുമ്പോൾ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓൾറെഡി ഉപ്പ് പുരട്ടി വെച്ചുകൊണ്ട് ഉപ്പുണ്ടാവും. ഇത് നന്നായിട്ട് ചുങ്ങും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴറ്റിയാണ് നമ്മൾ എടുക്കണത്. ശരിക്ക് വഴറ്റിയെടുക്കണതാണ് നന്നായിട്ട്. കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതല്ലേ, മറ്റേ വലിയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അല്ല ചെയ്തതാ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? ഇനി നമ്മൾ മൂടി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഞാൻ ഈ മെഴുക്ക് പുരട്ടിക്ക് കൂടുതലും നോൺ സ്റ്റിക്ക് പാത്രം എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടി ആകുമ്പോൾ നമ്മളെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നെ അങ്ങനെ അടി പിടിക്കുന്ന വിഷയമില്ലല്ലോ. അതുകൊണ്ടാണ് കൂട്ടാ കൂടുതലും നോൺ സ്റ്റിക്കിൽ ചെയ്യണത്. അവിടെ ഇരുന്ന് വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിളക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. വേവ് പൂർണ്ണമാകുമ്പോൾ നമുക്ക് കാണിക്കാം. പടവലങ്ങയുടെ സ്മെല്ല് നല്ല നല്ല പച്ച സ്മെല്ല് ഞാൻ പറയാം. പച്ചപ്പ്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങയുടെ വായിൽ വല്ല പടവലങ്ങ സവോള മിക്സ് ചെയ്തിട്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറായി. സ്വല്പം ഒന്ന് ചൂടുണ്ട്, അതുകൊണ്ട് ഒരു സ്വല്പം പൊടിക്ക് തരാം. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചൂടുണ്ട്, സ്വല്പം ഒന്ന് കഴിച്ചു നോക്കിയത്. അത്രേ ഉണ്ടായിരുന്ന പടവലങ്ങ അരിഞ്ഞ് ചുങ്ങിയപ്പോ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് ചേർക്കരുത് അധികം, ചേർത്ത ഉപ്പ് ധാരാളം മതി. അതെ, ഉപ്പുണ്ടല്ലോ, നന്നായിട്ടുണ്ട്, ആവശ്യത്തിനുണ്ട്. അടിപൊളി. നാളെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇതിപ്പോ ധൃതി കൂട്ടി ഉണ്ടാക്കിയത്. അരിഞ്ഞു വെച്ചതോ ഉണ്ടാക്കി വെച്ചതല്ലേ. അടിപൊളി.